ഞാൻ +2 കഴിഞ്ഞ ഞാനൊരു കോളേജിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, "അതെന്താ അങ്ങനെ?" "എനിക്ക് കോളേജിൽ കയറി കഴിഞ്ഞാൽ ഞാനൊരു ഹോസ്റ്റലിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അവിടെ എനിക്ക് ഫ്രീഡം ഉണ്ടല്ലോ." അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതായത് ഫ്രീഡം എന്ന് പറയുന്നത് 6-7 മണിയപ്പോൾ ഈ കുട്ടീനെ പതുക്കെ വീട്ടിൽ നിന്നും പുറത്ത് നിർത്തി. എന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു, പുറത്തെ ലൈറ്റും ഓഫ് ചെയ്തു. ആൻഡ് ഷീ വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ഡാർക്ക് ദ ഹോൾ നൈറ്റ്. ഓ ഒരു 14-year-old ആയ ഒരു പെൺകുട്ടി ഫേസ് ചെയ്ത ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടീച്ചറും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സർട്ടിഫൈഡ് ഒരു ട്രെയിനറും കൂടിയായ നിമ മുരളീധരനെയാണ്. നിമ ലൈവ് മൈൻഡിൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചറിയാം, നിമ എന്തുകൊണ്ടാണ് ലൈവ് മൈൻഡിൽ ചേർന്നതെന്നും നിമയുടെ നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. എന്തുകൊണ്ടാണ് നിമ ലൈവ് മൈൻഡിൻ്റെ ഭാഗമാവാൻ തീരുമാനിച്ചത്? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ടീച്ചറായിട്ടാണ്. ടീച്ചിങ് എന്നും എൻ്റെ പാഷനായിരുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു പ്രൊഫഷനുമാണത്. ഞാൻ എടുക്കുന്ന കുട്ടികൾ അധികവും ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. എൻ്റെ സ്റ്റുഡൻറ് ഗ്രൂപ്പ് അധികവും ടീനേജേഴ്സ് ആണ്. അപ്പം ഞാനിത് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു റാപ്പോ കുട്ടികളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഐ എം വെരി ഫ്രണ്ട്ലി വിത്ത് ദം. സോ ആ ഒരു കാരണം കൊണ്ട് ഇവർ വന്ന് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഞാനായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. തിങ്സ് ദാറ്റ് ദേ ഗോ ത്രൂ, അവരുടെ ഡെയിലി പ്രശ്നങ്ങൾ, അവർ വീട്ടിൽ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ളത്, ഇനി അവരുടെ റിലേഷൻഷിപ്സ്, ഇതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊന്നും പക്ഷെ അവർക്ക് പറയാനായിട്ട് വേറൊരു സ്പേസ് ഇല്ല. വീട്ടിൽ പോയിട്ടൊന്നും പറയാനോ ഒന്നും പറ്റില്ല. പേരൻസ് മേ നോട്ട് ബി ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ ഇവരുടെ പേരൻസ് ആയിട്ടും ഞാൻ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പേരൻസിനും ഇതേപോലെ തന്നെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഈ കുട്ടികളുടെ പഠിത്തം, ഇവരുടെ ഫ്രണ്ട്ഷിപ്സ്, ഇവര് പോകുന്ന വഴികള്, അതേപോലെ ഇവർക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ടോ, ഇതെല്ലാം ഇവരുടെയും കൺസേൺ ആണ്. അപ്പൊ അവിടുത്തെ ഒരു കോമൺ പോയിന്റ് പലപ്പോഴും ഞാനാണ് ഉണ്ടാവാറ്. അതായത് പേരൻസ് കുട്ടികളുടെ അടുത്തും ഓപ്പൺ ആയിട്ട് പറയില്ല, കുട്ടികൾ പേരൻസിന്റെ അടുത്തും ഓപ്പൺ ആയിട്ട് പറയില്ല. ഇനി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രോപ്പർ ചാനലിൽ കൂടെ അല്ല. അപ്പൊ പല സ്ഥലത്തും ഞാൻ അവിടെ ഒരു ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ നിൽക്കാറുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്, ശരിക്കും ഇതിനൊരു ആവശ്യം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഒരു ഹെൽത്തി ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇവർക്ക് രണ്ടുപേർക്കും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ വേണം. അങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴാണ് കറക്റ്റായിട്ട് ലൈഫ് മൈൻഡിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ ലൈഫ് മൈൻഡിനെ കുറിച്ച് അറിയുന്നതും. അപ്പൊ ഇതേപോലെ തന്നെ മെന്റൽ വെൽനെസ്, അതേപോലെ റിലേഷൻഷിപ്പ് ബോണ്ടിങ്, ഇതിന് എല്ലാം കുറിച്ചും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. സോ എന്റെ തോട്ട്സ് കറക്റ്റായിട്ട് ലൈഫ് മൈൻഡിന്റെ മോട്ടോ ആയിട്ട് അലൈൻഡ് ആയി. അങ്ങനെയാണ് ഐ തോട്ട് ഓക്കെ ഐ ബി എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. അപ്പോൾ നിമയ്ക്ക് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? യെസ്. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഇടയിൽ പറയുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അവര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം വീട്ടിലൊരു ഫ്രീഡം ഇല്ലായ്മയാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഒന്ന് തുറന്നു പറയാനുള്ളൊരു ഫ്രീഡം ഇല്ലാത്തത്. അത് പലപ്പോഴും അവര് പറയുന്നത് ഇതില് കുട്ടികളുടെ ഒരു സൈഡും ഉണ്ട്, പേരൻസിന്റെ ഒരു സൈഡും ഉണ്ട്. ഇപ്പൊ കുട്ടികളുടെ സൈഡിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നില്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതികരണം ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നോ ആണ്. അതായത് പേരൻസും ഈ പ്രായം കഴിഞ്ഞ് വന്നതാണെന്നുള്ളൊരു ചിന്തയില്ലാതെ ഇവരുടെ മനസ്സ് ഇതിനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നോ പറയണം എന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാതെ അവിടെ ഉണ്ടാകുന്ന ഒരു വഴക്കുകളാണ്. അപ്പൊ ഇപ്പൊ എന്റെ മനസ്സിൽ തട്ടിയ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എങ്ങനെ പോയാലും അവന് ഒരു 95% എബോവ് ഒക്കെ മാർക്ക് സ്ഥിരമായിട്ട് വാങ്ങാറുണ്ടായിരുന്നു. അപ്പൊ അവനും ഞാനും അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു. കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ഇപ്പൊ ഇവൻ വീട്ടിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരന്റിങ്. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരന്റിംഗിന്ന് ഇവൻ അതിനെങ്ങനെ, പേരൻസ് അത് ചെയ്യുന്നത് അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് ഇടം വലം തിരിയാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയാണ് വീട്ടിലുള്ളത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത്, "മിസ്, ഞാൻ +2 കഴിഞ്ഞ ഞാനൊരു കോളേജിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും." അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, "അതെന്താ അങ്ങനെ?" "എനിക്ക് കോളേജിൽ കയറി കഴിഞ്ഞാൽ ഞാനൊരു ഹോസ്റ്റലിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അവിടെ എനിക്ക് ഫ്രീഡം ഉണ്ടല്ലോ." അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതായത് ഫ്രീഡം എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അവൻ പറയാണ്, "ഞാൻ ചെയ്യും. ഞാൻ എന്തും ചെയ്യും. കാരണം അങ്ങനെയെങ്കിലും എനിക്ക് ഒരു
തിരിച്ചൊരു കാര്യം പേരൻസിന് കൊടുക്കണം. അപ്പൊ അവിടെ ആ കുട്ടിക്ക് പേരൻസിനോട് തോന്നിക്കുന്നത് ഭയങ്കര ഒരു റിവെഞ്ച് മെന്റാലിറ്റിയാണ്. വിച്ച് ഈസ് ആക്ച്വലി വെരി സാഡ്. അപ്പൊ ഞാൻ അവനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കി. അങ്ങനെയല്ല, അവര് ചെയ്യുന്ന രീതി ചിലപ്പോ ഇതായിരിക്കും. പക്ഷേ ദേ ആർ യുവർ പേരൻസ്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ അത് ചെയ്യുന്നത്. പക്ഷേ അവന്റെ കുഞ്ഞു മനസ്സിൽ ഓൾറെഡി ഒരുപാട് ഹേർട്ട് ആയതുകൊണ്ട് ഇതൊന്നും അവൻ കേൾക്കാൻ തയ്യാറല്ല. അവന്റെ ആ കുഞ്ഞു മനസ്സിൽ ദേഷ്യവും പകയും മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് വെരി അൺഹെൽത്തി. കാരണം ഇവൻ ഇനി നാളെ ഒരു കോളേജിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടം പോലെ കാര്യങ്ങൾ മുന്നിൽ കിടക്കുകയാണ്. അവൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്ന്. അവിടെ എനിക്ക് പോലും പറഞ്ഞിട്ട് അവനൊന്ന് മനസ്സിലാക്കിക്കാൻ ഒരു ഗ്യാപ്പ് വരുന്നില്ല. ഇങ്ങനത്തെ കുട്ടികളും ഇങ്ങനത്തെ റിലേഷൻഷിപ്സും ഒക്കെ ആണ് നമ്മൾ ശരിക്കും ഒന്ന് അഡ്രസ് ചെയ്യേണ്ടത്. ഈ ഒരു ഇൻസിഡന്റ് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇതുപോലുള്ള കുട്ടികൾക്ക് ശരിക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് മൈൻഡ് പോലത്തുള്ള ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഇങ്ങനത്തെ കുട്ടികളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികൾക്ക്. അപ്പോൾ ഏത് തരം എങ്ങനത്തെ പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ നിവയും ലൈവ് മൈൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണല്ലോ പ്രോഗ്രാംസും എല്ലാം കണ്ടന്റും ഒക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ ലൈവ് മൈൻഡിലുള്ളത് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു 3 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ ഫൗണ്ടേഷൻ പ്രോഗ്രാം കുട്ടികൾക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ കാണുന്ന കാര്യങ്ങൾ എങ്ങനെ വീക്ഷിക്കണം എന്നുള്ളത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ. ജെൻഡർ ബയസ് ഇല്ലാതെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കാണുമ്പോഴൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഓൾ ടുഗെദർ അവരുടെ ഒരു ബിഹേവിയറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മൈൻഡ് സ്പാർക്ക് എന്ന് പറയുന്നുണ്ട്. അത് അവരെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അത്യാവശ്യം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കിട്ടാത്തതാണ് എങ്ങനെയാണ് ഒരു ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടി എന്നുള്ളതല്ല ശരിക്കും കുറെ കഴിയുമ്പോൾ ഇവരെ സഹായിക്കാൻ പോകുന്നത്. ഇവരൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ എങ്ങനെയാണ് ഇവര് തളരാതെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന് ഒരു അത്യാവശ്യ ട്രെയിനിങ് ഇന്നത്തെ ജനറേഷന് ആവശ്യമാണ്. അത് ഉദ്ദേശിച്ചാണ് നമ്മൾ മൈൻഡ് സ്പാർക്ക് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ ഒരു പ്രോഗ്രാമാണ് എംപവർ. ഇനി ഇവര് വലിയ ആൾക്കാരെ ഇവരുടെ ഒരു സ്വന്തം കരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് അവരവരെ കുറിച്ച് തന്നെയുള്ളൊരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് അവയർനെസ്, ടൈം മാനേജ്മെന്റ്. ഇതെല്ലാം ഉണ്ടായാലാണ് അവരുടെ ഒരു ലൈഫ് ഫ്രൂട്ട്ഫുൾ ആയിട്ടും സ്മൂത്ത് ആയിട്ടും പോവുള്ളൂ. അപ്പൊ അതിനുള്ളത് നമ്മൾ ആ ഒരു സീഡ് ഇപ്പോഴേ ഈ പ്രായത്തിലേ നമ്മൾ അവരിൽ ഇടണം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എംപവർ എന്ന പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാംസ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഈ കുട്ടികൾക്ക് മാത്രം ഉള്ള പ്രോഗ്രാംസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾക്ക് മാത്രമുള്ള പ്രോഗ്രാംസ് അല്ല. നമുക്കറിയാം ഈ ഒരു മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റലി ഒരാള്, നമുക്കിപ്പോ ഒരു പനി പിടിച്ചാൽ ഡോക്ടറെ പോയി കാണും. അല്ലെങ്കിൽ എല്ലാ ഫിസിക്കൽ എയിൽമെന്റ്സിനും നമുക്ക് കൃത്യമായിട്ട് മരുന്നും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് അറിയാത്തതാണ് മെന്റൽ എയിൽമെന്റ്സ്. അത് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ബാധിക്കുന്നുണ്ട്. അതും ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ കൂടി ആയിരുന്നത് കൊണ്ട് കൃത്യമായിട്ട് ആ കാര്യം അറിയാം. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളൊരു ഓഫീസ് സെറ്റപ്പിൽ പ്രൊഫഷണൽസിനും ഇതേപോലെ തന്നെ സ്ട്രെസ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, സ്ട്രെസ് വന്നാൽ അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായ വഴികളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അതല്ല അവർക്ക് വേറെ ഹെൽപ്പ്, അതായത് കുറച്ചുകൂടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇതിനൊക്കെയുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ടെക്നീക്സ് ഉണ്ട് ലൈഫ് മൈൻഡിൽ. ഇതേപോലെ തന്നെ വേറൊരു വിഭാഗമാണ് ബാക്കിയുള്ള ഇന്ത്യയിലെ ഹോം മേക്കേഴ്സ്. അപ്പോൾ ഹോം മേക്കേഴ്സും അതെ, വീട്ടിലിരിക്കുന്നു, അവർ പണി ചെയ്യുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കും മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യമാണ് ഈ മെന്റൽ റിലീഫിനുള്ള ഒരു ഭാഗം. അപ്പൊ അതും നമ്മൾ ലൈഫ് മൈൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടികൾക്കുള്ള എക്സാം ഫിയർ, പിന്നെ ഈ ടീനേജുകാർക്കുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ ഈ ഒരു 3 പ്രോഗ്രാംസിന് ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യും. ഞങ്ങള് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രോബ്ലംസും കണക്കിലെടുത്തിട്ടാണ്. എന്നാലും ഒരു ജനറൽ പോപ്പുലേഷന് അല്ലാതെ തന്നെ ചില കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടുണ്ട്, എക്സാംസിനോടൊക്കെ അടുക്കുമ്പോൾ പ്രത്യേകിച്ചും 10th എക്സാംസിനോടൊക്കെ അടുക്കുമ്പോൾ പ്രീ ബോർഡ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ഹിസ്റ്ററിക് ആവുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ അവർക്ക് വീട്ടിൽ നിന്നുള്ള ഒരുപാട് പ്രഷേഴ്സ് ഉണ്ടാവും, സ്കൂളിൽ നിന്നുള്ള പ്രഷേഴ്സ് ഉണ്ടാവും, ഇതിന്റെ ഇടയ്ക്ക് വേറെ വർക്ക് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് മെന്റലി മാനേജ് ചെയ്യേണ്ടത്, ദേ ആർ ഓവർവെൽംഡ്, അതാണ് അവിടെ ഉണ്ടാവുന്നത്.
എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ പ്രോഗ്രാമാണ് മൈൻഡ് മാറ്റേഴ്സ്. മൈൻഡ് മാറ്റേഴ്സിൽ നമ്മൾ വൺ ഓൺ വൺ കൗൺസിലിങ്ങും അതുപോലെയുള്ള ബാക്കിയുള്ള ഹെൽപ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് വിൽ ടോക്ക് ടു ദ ചിൽഡ്രൻ. യു ക്യാൻ അപ്രോച്ച് ദം. ദ ചിൽഡ്രൻ ക്യാൻ അപ്രോച്ച് ദം ഫോർ സെഷൻസ്. അപ്പൊ അവിടെ അവരുടെ പ്രോബ്ലംസ് പറയാം. ആ ഏജ് ഗ്രൂപ്പിൽ തന്നെ ഡീൽ ചെയ്ത് പരിചയമുള്ള സൈക്കോളജിസ്റ്റ് ആയിരിക്കും അവിടെ അവരായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഈ മൈൻഡ് മാറ്റേഴ്സിലൂടെ തന്നെ നമുക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കുറെ മാനേജ്മെന്റ് ടെക്നീക്സ് അതെങ്ങനെ നമുക്ക് എലീവിയേറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ കുട്ടികളുടെ ഒപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് പേരൻസിനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അപ്പൊ ഈ മൈൻഡ് മാറ്റേഴ്സിൽ വരുന്ന കുട്ടികളുടെ പേരൻസിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് പാരന്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു സെഷൻ കൊടുക്കും. സോ അതിൽ നമ്മൾ പേരൻസിനോട് സംസാരിക്കും. ആ കുട്ടിക്ക് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്, ആങ്സൈറ്റി. അപ്പൊ അത് ചിലപ്പോൾ പേരൻസിനും അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണത് നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന്. കാരണം നമ്മൾ എപ്പോഴും പറയും പേരൻസ് ആർ ഓൾസോ ഹ്യൂമൻസ്. ചിലപ്പോൾ അവർ ഫസ്റ്റ് ടൈം പേരൻസ് ഒക്കെ ആയിരിക്കും. സോ ഈവൻ ദേ ഡു നോട്ട് നോ. അപ്പൊ അവിടെ നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിൽക്കും. ഇപ്പൊ രണ്ടു പേർക്കും ആക്ച്വലി ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാനാണ് ഈ മൈൻഡ് മാറ്റേഴ്സ് നോക്കുന്നത്. നമ്മളുടെ ലൈവ് മൈൻഡിന്റെ കൗൺസിലിംഗ് സെഷൻസ് ഈ ട്രഡീഷണൽ കൗൺസിലിംഗ് മെത്തേഡ്സിന്റെ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തം? ഇപ്പൊ ഒരു ആള് ഒരു മെന്റൽ ട്രോമ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സും കൊണ്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഒന്നോ രണ്ടോ സെഷൻസിൽ മാറുന്ന ഒന്നല്ല ഇത്. ഇതിനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും വേണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസും വേണ്ടി വരും. അപ്പൊ ചിലപ്പോഴൊക്കെ ഇത് ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ നീണ്ടു പോയേക്കാം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ട് ഒരു ആള് ഫേസ് ചെയ്യുന്നതാണ് അതിന്റെ അഫോർഡബിലിറ്റി. ഇപ്പൊ നമ്മളിപ്പോ ട്രഡീഷണൽ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്ലിനിക്സിലൊക്കെ പോകുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഈ ഒരാൾക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പൊ മൈൻഡ് മാറ്റേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കൗൺസിലിങ്ങും ഇതിനോടൊപ്പം തന്നെ അതൊരു ട്രെയിനിങ് സെഷൻ കൂടിയാണ്. അപ്പൊ നമ്മൾ ആളെ ഹീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നും ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് അനോണിമിറ്റി. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ അതായത് ക്ലിനിക്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും അറിയോ, ആരെങ്കിലും പരിചയമുള്ളവരെ കാണുമോ? ചിലപ്പോൾ ചിലർക്ക് ഇത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അത് സോൾവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും. അപ്പൊ അവിടെ ലൈഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മുടെ ഇവിടെ വരുന്ന ഒരാളും മറ്റൊരാളെ കാണുകയോ അതിന് ആരാ വരുന്നതെന്ന് അറിയാനോ ഒരു വഴിയില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ സെഷൻസ് ആർ ഓൺലൈൻ. അപ്പോൾ അതിന് അനോണിമിറ്റി ഇസ് എ ഹ്യൂജ് ഫാക്ടർ. ആൻഡ് ഓൾസോ മൈൻഡ് മാറ്റേഴ്സ് ഇസ് ISO ഡേറ്റ പ്രിവെൻഷൻ സർട്ടിഫൈഡ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ വേറൊരാൾക്ക് കൈമാറാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കില്ല. പോരാത്തതിന് പേഷ്യന്റ് ഇൻഫർമേഷൻസ് എല്ലാം വൺ പോയിന്റിൽ മാത്രമാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ഈവൻ ദ എംപ്ലോയീസ് ഡു നോട്ട് നോ. സോ അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ടും പ്രൈവസി അത്രയും നമ്മൾ അഷ്യൂർ ചെയ്തിട്ടുമാണ് മൈൻഡ് മാറ്റേഴ്സ് നടത്തുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും. ദേ ക്യാൻ കം ടു അസ് വെരി ഈസിലി. ഇപ്പോൾ കേട്ടതിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഈ ലൈവ് മൈൻഡ് കൂടുതലും ഈ സ്റ്റുഡന്റ് ഓറിയന്റഡ് ആണോ, ചൈൽഡ് ഓറിയന്റഡ് ആണോ? ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ സ്റ്റുഡൻസിനുള്ള എക്സാം ഫിയർ, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് വേറെ എൻക്വയറീസ്, അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഇവരുടെ പേരൻസ് ആയിട്ട് സംസാരിക്കുന്നു, ടീച്ചേഴ്സ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഈക്വലി തന്നെ ഇതേ സെയിം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛൻ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും ബിക്കോസ് ഹീ സ്ട്രെസ്ഡ് അറ്റ് ഹിസ് വർക്ക് പ്ലേസ്. അമ്മ വളരെ സ്ട്രെസ്ഡ് ആണ് ബിക്കോസ് ഈ ഹൗസ് വൈഫ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഞങ്ങളൊരു സ്റ്റഡിയും നടത്തി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സ്റ്റുഡൻസിനെ പോലെ തന്നെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ അഡൽട്സും. പിന്നെ ഞങ്ങൾക്ക് എൻക്വയറീസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി സ്റ്റുഡൻസിന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾ അഡൽട്സിന്, അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ എന്ന് ഇങ്ങോട്ട് എൻക്വയറി വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാ കാറ്റഗറീസിനും ഈക്വലി ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സെഷൻസ് ഇപ്പൊ എന്ത് ചെയ്തു, ഞങ്ങൾ 3 എണ്ണം ആക്കി. ഒന്ന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഒന്ന് അഡൽട്സിന് വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് SMEs ആൻഡ് കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ 3 സെഷൻ ആക്കി. അപ്പൊ ഈ 3 എണ്ണത്തിന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈക്വലി ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു മെന്റൽ റിലീഫ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ കോർപ്പറേറ്റ്സിനുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയായിരിക്കും? കോർപ്പറേറ്റ്സിന് നമ്മൾ ബേസിക്കലി 2 പ്രോഗ്രാംസ് ആണ് കൊടുക്കുന്നത്. എപ്പെക്സ് മൈൻഡും
റീബൂട്ടും. എപെക്സ് മൈൻഡ്സിൽ ഇവർക്ക് വൺ ഓൺ വൺ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ട്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ ഒരു ഐഡിയ എന്താ വെച്ചാല് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഇപ്പൊ നമ്മള് കൊല്ലത്തിൽ ഒരിക്കൽ വീട് ഫുൾ വൃത്തിയാക്കും. നമ്മൾ എല്ലാ മാറാലുകളും കളഞ്ഞ് ഫുൾ നമ്മൾ ശുദ്ധീകരിക്കും. അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലും ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞ ആൾക്കാർ പോയി ഹെൽത്ത് ചെക്കപ്സ് ക്ലിയർ ആയിട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ശരീരത്തിലത്തെ ഒരു ഓർഗൻ തന്നെയാണ് മൈൻഡ് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇയർലി വൺസ് നമ്മൾ മൈൻഡിനെ കൂടി ഒന്ന് ശരിക്കും ഒന്ന് മൈൻഡ് ചെയ്യണം അവിടെ. അപ്പൊ ഈ മൈൻഡിനെ ഒന്ന് ക്ലീൻ ആക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കാനുമായിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ഓർ വൺസ് ഇൻ 6 months ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഒരു കൗൺസിലിംഗ് സെഷന് പോകുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതിന് നമുക്ക് എപെക്സ് മൈൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും അനോണിമിറ്റി ആണെങ്കിലും ഡേറ്റ സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ പ്രോഗ്രാമാണ് ലെറ്റ്സ് റീബൂട്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവർ ഒട്ടുമിക്ക ആൾക്കാരും ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ഇപ്പൊ രാവിലെ ജോലിക്ക് വന്നാൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നു ഇരിക്കുന്നു ഇരിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ പോയാലും വീട്ടിലത്തെ എന്തെങ്കിലും കാര്യം ചെയ്ത് നേരെ കിടന്നുറങ്ങും. ഇതല്ലാതെ ഇവർക്ക് പിന്നെ ഒക്കേഷണലി വരുന്ന ഒരു പബ്ലിക് ഹോളിഡേ ഉണ്ടാവാം. ഇതല്ലാതെ ഇവർക്ക് ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ റിലീസിനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്സോട്ടിക് ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ ഇവരുടെ മൈൻഡും ബോഡിയും ഒന്ന് ഫ്രീ ആക്കുകയാണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ മൗണ്ടനിയറിംഗ് ഉണ്ട്, ക്യാമ്പിംഗ് ഉണ്ട്. ക്യാമ്പിങ്ങിൽ വളരെ രസകരമായിട്ട് നമുക്ക് ടെന്റ് പിച്ച് ചെയ്തിട്ടാണ് ക്യാമ്പിംഗ്. പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, മേക്ക് യുവർ ഓൺ ഫുഡ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഫിസിക്കലി ഒരു സ്ട്രെയിൻ വരുമ്പോ തന്നെ ഇപ്പൊ നമ്മളൊരു കൗൺസിലിങ്ങിന് പോയാൽ തന്നെ ഏറ്റവും ആദ്യം ഡോക്ടർ പറയുക ഗെറ്റ് ആൻ എക്സസൈസ് റെജീം. ഇപ്പൊ ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഇതെല്ലാം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ഹെൽത്തി ബോഡി. ഇതാണ് ഏറ്റവും ആദ്യം പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ പോയി മൗണ്ടനിയറിംഗ് കാര്യം കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർ റിജുവിനേറ്റഡ് ആവും. ആ ഒരു എനർജി ഇവർക്ക് കിട്ടുകയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ലെറ്റ്സ് റീബൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എഗൈൻ ഇയർലി ഒരു വൺ ടൈം ഇത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡും ഫ്രഷ് ആവും, ഇവരുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും ഒന്ന് കൂടും. അവരുടെ പ്രൊഡക്ടിവിറ്റിയും ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. പ്രൊഡക്ടിവിറ്റിനെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മടുപ്പില്ലാതെ കുറെയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ലെറ്റ്സ് റീബൂട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോ ഒരു കോർപ്പറേറ്റിന്റെ കാര്യം പറഞ്ഞു, കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതിലൊന്നും പെടാത്ത ചിലപ്പോ ഹോം മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കോർപ്പറേറ്റ്സിലൊന്നും വർക്ക് ചെയ്യാതെ സെൽഫ് എംപ്ലോയിഡ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ്, എന്ത് പ്രോഗ്രാംസ് ആണ്? ഇപ്പൊ ഇതിലൊന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ ഹോം മേക്കേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ ഹോം മേക്കേഴ്സിന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർക്ക് എല്ലാം മടുത്തു തുടങ്ങും. ഇവർക്ക് ഡെയിലി റൂട്ടീൻസ് മടുക്കും. ഇവർക്ക് ജീവിക്കാൻ തന്നെ മടുപ്പ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ഇവര് ഫേസ് ചെയ്യുന്ന ഒരു ലോൺലിനെസ് ആണ് അവിടെ. രാവിലെ എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, ഇതല്ലാതെ ഇവരുടെ ലൈഫിൽ ഒരു വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉറ്റുനോക്കാനും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈഫ് ഇസ് വർത്ത് ലിവിങ്. അതില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഹൗസ് വൈഫ്സ്. അപ്പൊ പലരും അത് അച്ചീവ് ചെയ്യാത്തത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചുഴിയിൽ പെട്ട് കിടക്കുകയാണ് ഇവര്. അപ്പൊ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗം വന്ന് പെടുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് മൈൻഡ് പ്ലസ്. മൈൻഡ് പ്ലസിൽ കൗൺസിലിംഗ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കുറെ ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്ന എന്താ വെച്ചാൽ ഇത് നമുക്കൊരു പിൽ കൊടുത്താലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റിയതോ അല്ല. കാരണം ഇതൊരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇവരെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ബേസിക്കലി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ലൈഫ് എങ്ങനെ മുന്നോട്ട് ഹാപ്പിലി കൊണ്ടുപോകാം എന്നുള്ളതിന് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കും ലൈഫ് മൈൻഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ലെറ്റ്സ് റീബൂട്ട് പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെയും ഓപ്റ്റ് ചെയ്ത് ചെയ്യാം. കാരണം ഈ ഡെയിലി ഉള്ള ഈ ചോസിൽ നിന്നും അവർക്കൊരു റിലീഫാണ് ഇങ്ങനത്തെ ഉള്ള പ്രോഗ്രാംസ്. ഇപ്പൊ വെരി സൂൺ നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് എല്ലാം വരുന്നുണ്ടാവും. അപ്പൊ അതിലൂടെ ഈ പറയുന്ന ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരിയുള്ള ബാക്കിയുള്ള എംപ്ലോയീസ് ഇവർക്കൊക്കെ ഇതിലും പാർട്ടാവാൻ പറ്റും. ഇപ്പൊ പറഞ്ഞതില്
പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ PSC, UPSC ഇതൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇവർക്കൊക്കെ പറ്റിയ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? അപ്പൊ നിതിൻ പറയുന്നത് ഒരു അൺഎംപ്ലോയിഡ് യൂത്ത് ഗ്രൂപ്പിന്റെ കാര്യമാണ്. അപ്പൊ ഈ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ദ യുനോ പ്രോബ്ലം ഓഫ് ഷെയിം. അതായത് അവരെവിടെയും എത്തിയിട്ടില്ല, അവർക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് മതി അവരെ തളർത്താനായിട്ട്. അതിനും പുറമെ വീട്ടുകാരുടെ ചോദ്യങ്ങൾ, നാട്ടുകാരുടെ ചോദ്യങ്ങൾ, ഫ്രണ്ട്സ് ആയിട്ടുള്ള കമ്പാരിസൺസ്, അപ്പൊ ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവരത് ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ? അതുമല്ല. അപ്പോൾ ദർ ഇസ് സംതിങ് മിസ്സിംഗ് ദാറ്റ് ഇസ് സ്റ്റോപ്പിംഗ് ദം ഫ്രം ഗെറ്റിംഗ് എ ജോബ് ഓർ അച്ചീവിംഗ് ദെയർ കരിയർ. അപ്പൊ ഈ സംതിങ് മിസ്സിംഗ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കരിയർ പ്ലസ്. കരിയർ പ്ലസിൽ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ്സും കൊടുക്കും. ദേ ക്യാൻ ഇംപ്രൂവ് ഇൻ ഓൾ ഫീൽഡ്സ് ഇൻ ദ പേഴ്സണൽ ആൻഡ് ദി പ്രൊഫഷണൽ ഏരിയ. അപ്പൊ ഇതിന് നമ്മൾ കൊടുക്കുന്നതാണ് കരിയർ പ്ലസ്. അപ്പൊ ഈ കരിയർ പ്ലസ് കഴിയുമ്പോൾ ഇവർക്ക് ഒരു കോൺഫിഡൻസ് വരികയാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ദേ ഗോ സിറ്റ് ഫോർ എ ജോബ് ഇന്റർവ്യൂ, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു ജോബ് ഇന്റർവ്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് ഫ്രം അവരുടെ ഡ്രസ്സിങ് തൊട്ട് എങ്ങനെ അവിടെ പോയി നിന്ന് പറയണം എന്നുള്ള എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത് വിടും. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ എംപ്ലോയബിലിറ്റി കൂട്ടുകയാണ്. വി ആർ മേക്കിംഗ് ദം എ കേപ്പബിൾ എംപ്ലോയീസ്, ലൈക്ക് എ സ്റ്റാർട്ടർ എംപ്ലോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കരിയർ പ്ലസ്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, മൈൻഡ് വോയേജ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് ദേ ഓപ്റ്റ് ടു ഗോ അബ്രോഡ്. അവിടെ പോയി ഒരു ലൈഫ് സെറ്റ് ആക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഒരു IELTSO അല്ലെങ്കിൽ ഒരു OET എഴുതി അവിടെ പോകുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൾച്ചർ ഷോക്ക്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടതെന്നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നോ, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സെപ്പറേറ്റ് എറ്റിക്വറ്റ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. ആരും ഇവിടെ അത് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഇവർക്കൊന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടിയതോ അല്ലെങ്കിൽ അവിടുത്തെ ഇവരുടെ ഫ്രണ്ട്സ് പറയുന്ന ടിറ്റ്ബിറ്റ് ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ശരിക്കും ഇവരെ അവിടെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഒക്കെ ഒരുപാട് ഇവരെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈൻഡ് വോയേജ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കുട്ടി ഇപ്പൊ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത്, നമ്മൾ അവർക്കൊരു ചെറിയൊരു ട്രെയിനിങ് കൊടുക്കും. അതായത് അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ്, അവര് കൊണ്ടു നടക്കുന്ന ചില വാല്യൂസ്, ഇതെല്ലാം നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അവിടെ മെനൂവർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്ത് പോകേണ്ടതെന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് ആ കൾച്ചർ ഷോക്കും, ആ കൾച്ചർ ഷോക്കിൽ നിന്നും വരുന്ന ഇവരുടെ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്നബിലിറ്റി കുറച്ചു കാലം ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഇല്ലാതെ ഇവർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ ചെന്ന് ഫങ്ഷൻ ചെയ്യാൻ ഈ മൈൻഡ് വോയേജ് ഒരുപാട് ഹെൽപ്പ്. അപ്പൊ അതിന് നമ്മൾ വെക്കുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അവിടെ ചെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ കുട്ടികളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്. അപ്പൊ അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനത്തെ കുറെ കുട്ടികളെ കാണുന്നതാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് ഷെയർ ചെയ്യോ? നമ്മൾക്ക് ഈ ലൈവ് മൈൻഡിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവരുന്ന ഒരു ഇൻസിഡന്റ്? ഡെഫിനറ്റ്ലി. ഞാൻ എൻ്റെ കരിയറിൽ കണ്ട ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ശരിക്കും ആൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഹെൽപ്പ് ആയിരുന്നു. ആള് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. ക്ലാസ്സിൽ ഫസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആൾക്ക് അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സ് ഇല്ല. ആരും ആളെ കൂടെ കൂട്ടുന്നൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ഒരു വിഷമമൊക്കെ ആൾക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതായത് ആള് വീട്ടില് ഫേസ് ചെയ്യുന്ന കുറെ ഇൻസിഡൻസ്, അത് ശരിക്കും ആളെ ഭയങ്കരമായിട്ട് ബാധിച്ച് ക്യാരക്ടർ തന്നെ മാറ്റിക്കളഞ്ഞൊരു കുട്ടിയായിരുന്നത്. അപ്പൊ നമുക്കറിയാം വീട്ടിൽ നമ്മളെ എല്ലാം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരാളാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ബബിളിൽ കൊണ്ട് നടന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരേണ്ട ഒരാളാണ്. ആ അമ്മയിൽ നിന്നും തന്നെ ഫേസ് ചെയ്ത ഒരുപാട് ഹരാസ്മെന്റ്സ് ഈ കുട്ടീനെ ശരിക്കും മെന്റലി ശരിക്കും ബ്രേക്ക് ഡൗൺ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒന്നും മേടിച്ചു കൊടുക്കില്ല. അപ്പൊ നമുക്കറിയാം പ്രായത്തിലെ കുട്ടികൾക്ക് സ്നാക്സിനോടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹോം മെയ്ഡ് ഫുഡ് മാത്രമേ കൊടുക്കുള്ളൂ, വിച്ച് ഇസ് എ വെരി ഗുഡ് ചോയ്സ്, ഹെൽത്തി ഫുഡാണ്. പക്ഷെ നമ്മൾ ഒക്കേഷണലി കുട്ടികളുടെ ഇതും ഒന്ന് സാധിച്ചു കൊടുക്കണം. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ ഒരുപാട് കൂടുള്ള ആൾക്കാരൊക്കെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് കൊതിയായപ്പോ ആള് ഒരു വട്ടം ഒരു 2 രൂപ അമ്മയുടെ പേഴ്സിന്ന് എടുത്തിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചു. ഇത് ഈ അമ്മ അറിഞ്ഞു.
അമ്മ അറിഞ്ഞപ്പോ നമ്മള് ഒരിക്കലും ഒരു കുട്ടീനെ കട്ടെടുക്കാനായിട്ട് എൻകറേജ് ചെയ്യരുത്. അങ്ങനെ ഒരു കുട്ടിയെ നമ്മള് കട്ടെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വളരെ സൗമ്യമായ രീതിയില് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം വളരുന്ന ഒരു മൈൻഡാണ്. ഇറ്റ് വിൽ എഫക്ട് ദെം എ ലോട്ട്. പക്ഷെ അമ്മാടെ അവിടുത്തെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആള് ഒരു ആദ്യം കുറെ ചീത്ത പറഞ്ഞു, കുറെ തല്ലുമൊക്കെ ചെയ്തു. നാച്ചുറൽ ആയിട്ടും നമ്മുടെ ഇന്ത്യൻ പേരൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 6, 7 മണിയായപ്പോ ഈ കുട്ടീനെ പതുക്കെ വീട്ടിൽ നിന്നും പുറത്ത് നിർത്തി. എന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. പുറത്തെ ലൈറ്റും ഓഫ് ചെയ്തു. ആൻഡ് ഷീ വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ഡാർക്ക് ദ ഹോൾ നൈറ്റ്. ഓ. ഒരു 14 ഇയർ ഓൾഡ് ആയ ഒരു പെൺകുട്ടി ഫേസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഞാനപ്പോ ഇരുന്ന് ആലോചിച്ചു, ആ ഒരു ഇരുട്ടത്ത് ആ കുട്ടിയുടെ മനസ്സിൽ കൂടെ പോയ വെപ്രാളങ്ങളും പേടികളും ആ നിസ്സഹായാവസ്ഥയൊക്കെ എന്തായിരിക്കും? എന്തോരം കരഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കരയുമ്പോഴും അമ്മയെന്ന് തന്നെയാണല്ലോ വിളിച്ച് കരഞ്ഞിട്ടും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 മാർക്കൊക്കെ കുറഞ്ഞാല് ഒരു ഫുൾ ദിവസം ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുക. ഇതെല്ലാം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരമ്മയ്ക്ക് നമ്മളിത് കഥകളിൽ കേൾക്കുന്നു, ന്യൂസ് പേപ്പറിൽ എവിടെയോ നടക്കുന്നുന്ന് വായിക്കുന്നു, സിനിമകളിൽ കാണുന്നു അല്ലാതെ ഇത് നേരിട്ട് കേട്ടപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് അന്ന്. കാരണം ഇതിലിപ്പോ ഒരു സൊല്യൂഷൻ കാണുന്നുണ്ടെങ്കില് ഇതിലത്തെ സൊല്യൂഷൻ അമ്മയാണ്. അമ്മയെ നമുക്ക് ഒരു തരത്തിലും അന്ന് അപ്രോച്ച് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോ ഈ കുട്ടിക്ക് എന്താണ്ടായിച്ച പതുക്കെ ഈ കുട്ടി ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോവാണ്. വീട്ടില് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആങ്കറും ഫ്രസ്ട്രേഷനും ഒക്കെ സ്കൂളിൽ വന്ന് ക്ലാസ് റൂമുകളിലാണ് ഈ കുട്ടി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബാക്കിയുള്ള കുട്ടികളും കൂടെയുള്ളവര് ആ പ്രായക്കാരാണ്. അവരിതൊന്നും ഇത്ര ഡീപ്പായിട്ട് ചിന്തിക്കുക, അയ്യോ ഈ കുട്ടി ഇങ്ങനൊരു മെന്റൽ സ്ട്രെസ് ഫേസ് ചെയ്യണമെങ്കിൽ ഇതൊന്നും അവർക്ക് പോവില്ല. അവരുടെ മനസ്സിൽ ഇതേപോലെ തന്നെ കുറെ കളി, പഠിത്തം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ പതുക്കെ അവരും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ലാസ്റ്റ് ഈ കുട്ടിയെക്കുറിച്ച് അറിയുമ്പോൾ ഷീ ഹാസ് നോ ഫ്രണ്ട്സ്. അതും പോലെ തന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യണു. ഷീ ഈസ് ടോട്ടലി ലോൺലി അറ്റ് ഹോം ആൻഡ് ഇൻ ദ സ്കൂൾ. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു ഈ കുട്ടി വളർന്നു വരുമ്പോഴും ഈ കുട്ടിക്ക് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്സും ഹോൾഡ് ചെയ്യാൻ ഇപ്പോഴേ പറ്റുന്നില്ല. അപ്പൊ വളർന്നു വരുമ്പോഴും ഈ കുട്ടി ഇത് തന്നെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവേണ്ട ഒരു കുട്ടീനെ ഒരു അറിവില്ലായ്മയുടെ പേരിലാണെന്നേ ഞാൻ പറയുള്ളൂ. ആ കുട്ടീനെ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു പേഴ്സൺ ആക്കി മാറ്റുകയാണ്. അപ്പൊ അന്ന് ഈ ലൈഫ് മൈൻഡ് പോലത്തുള്ള ഇത്രയും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമുക്കൊരു സൊല്യൂഷൻ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പൊ അതെനിക്ക് ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ഇൻസിഡന്റ് ആണത്. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ലൈഫ് ഇസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. ഇങ്ങനത്തെ കുറേ ജീവിതങ്ങളെ പറ്റിയും നമുക്ക് പറയാനുണ്ട്. ഈ ജീവിതങ്ങളിലെല്ലാം ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നിതിൻ കുമാർ സൈനിങ് ഓഫ് ഫ്രം ലൈഫ് മൈൻഡ്.